ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു അംബർല കട്ട് ഫ്രോക്കിൻ്റെ കട്ടിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്ന ഒരു ഫ്രോക്കാണ്. അംബർല കട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ റൗണ്ടിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നല്ല വൃത്തത്തിൽ 360 ഡിഗ്രി ആ ഒരു വൃത്തത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ 90 ഡിഗ്രി മെഷർമെൻറ്റ്സിലും ഈ ഒരു ഫ്രോക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമുക്ക് ഫുൾ റൗണ്ടിൽ 360 ഡിഗ്രി ആ ഒരു മെഷർമെൻറ്റ്സിൽ കട്ട് ചെയ്തെടുക്കുന്ന പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് അല്ലാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു A4 സൈസ് പേപ്പറിൽ ഇതിൻ്റെ കട്ടിങ് പാറ്റേൺ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫാബ്രിക് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഫാബ്രിക്കിൽ നമുക്ക് ലെങ്ത്തും വിടുത്തൊക്കെ വരുന്നില്ലേ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും നോക്കിയിട്ടാണ് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഭാഗമായിരിക്കും നമുക്ക് വിടുത്തായിട്ട് വരുന്നത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വരുന്നത് ലെങ്ത് ആയിരിക്കും. ഇപ്പം ഞാനിവിടെ 3 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 മീറ്ററാണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്നൊരു ഫ്രോക്കാണ്. അപ്പോൾ ഞാനിവിടെ 1.5 മീറ്റർ ഇതുപോലെ ലെങ്ത്ത് നോക്കിയിട്ട് ലെങ്ത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഭാഗമായിരിക്കും ലെങ്ത്ത് വരുന്നത്. ഇതാണ് ഞാനിപ്പോൾ ആദ്യം ഫോൾഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ലെങ്ത്തിൻ്റെ ഭാഗമാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വിഡ്ത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിന് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഈ ഒരു ഫാബ്രിക്കിനെ 1.5 മീറ്റർ ഫാബ്രിക്കിനെ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് ഒറ്റ പീസിലാണ് ഈ ഒരു റൗണ്ട് പീസ്, വേറെ കട്ടിങ്ങോ എക്സ്ട്രാ ജോയിനിങ്ങോ ഒന്നും ഇല്ലാതെ ഒറ്റ പീസിൽ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഉണ്ടാക്കേണ്ടത്. ആ ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് നെക്കിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മെഷർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ അംബർല കട്ടായിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കോർണർ ഭാഗമായിരിക്കും എപ്പോഴും നെക്കിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് 3 വയസ്സുള്ള കുട്ടികൾക്ക് നെക്കിൻ്റെ വിടുത്തായിട്ട് 2 ഇഞ്ചസും താഴേക്ക് നെക്കിൻ്റെ ഡെപ്തായിട്ട് ഞാനിവിടെ 2.5 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ എങ്ങനെയാ വെച്ചാൽ ആ ഫാബ്രിക്കിൽ നേരിട്ട് ഇതുപോലെ അളവ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന് സ്ലീവ്സ് കാര്യങ്ങളൊന്നും എക്സ്ട്രാ വരുന്നില്ല. അപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ്, ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷോൾഡർ നെക്ക് കഴിഞ്ഞിട്ട് ഷോൾഡർ മുതൽ സ്ലീവ്സിൻ്റെ ഒരു എൽബോ വരില്ലേ, എൽബോൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ അത്ര എടുക്കരുത് കേട്ടോ. എൽബോയിൽ നിന്നും കുറച്ച് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ സ്ലീവ്സ് വരേണ്ടത്. ഇപ്പോൾ ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ എൽബോൻ്റെ കുറച്ച് മുകളിലേക്ക് ഷോൾഡറിന് ഇറങ്ങിയിട്ടും ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു സ്ലീവ്സിൻ്റെ ഹോള് വരേണ്ടത്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡറിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് കൊടുക്കുക, അതിൻ്റെ അവിടെ നിന്നും 2 ഇഞ്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ 4 ഇഞ്ചാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. ഷോൾഡർ മുതൽ സ്ലീവ്സിൻ്റെ ഓപ്പൺ വരുന്നുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പാണ് കേട്ടോ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ഒരു ഓപ്പണ് 2.5 ഇഞ്ചസാണ് ഞാനിവിടെ 3 വയസ്സായ കുട്ടികൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക, 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള ഫുൾ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തെടുത്തില്ലേ, അവിടുന്ന് താഴേക്ക് ഇതുപോലെ അംബർല ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ റൗണ്ടിൽ വന്നിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിൽ ഫുൾ ലെങ്ത് ആയിട്ട് വരുന്നത് 24 ഇഞ്ചസ് ആയിരിക്കും. അതിലേക്ക് സീം അലവൻസും കൂടി നമ്മൾ മടക്കി തയ്ക്കണമല്ലോ, അപ്പോൾ താഴെയും മടക്കി തയ്ക്കണം. അപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമുക്കൊരു 25-26 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതിനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്കും സ്ലീവ്സിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചെസ്റ്റിന് വേണ്ടിയിട്ടോ ആം ഹോളിന് വേണ്ടിയിട്ടോ ഇതുപോലുള്ള മെഷർമെൻറ്റ്സ് ഒന്നും ഈ ഒരു പാറ്റേണിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നെക്കും സ്ലീവ്സിൻ്റെ ആ ഒരു ഗ്യാപ്പൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്, ബാക്കിലും ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പീസായിരിക്കും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം 180 ഡിഗ്രിയിലാണ് ഇപ്പം ഈ ഒരു പാറ്റേൺ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമുക്ക് നെക്കിൻ്റെ 2 സൈഡിലായിട്ട് സ്ലീവ്സിൻ്റെ ഒരു ഹോളും കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നെക്കിൻ്റെ ഭാഗം അതുപോലെ സ്ലീവ്സിൻ്റെ ഭാഗമൊക്കെ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതിന് നമ്മൾ മുഴുവനായിട്ടും ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല റൗണ്ടിലായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ നമുക്ക് നെക്കിൻ്റെയും സ്ലീവ്സിൻ്റെയും ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് സെപ്പറേറ്റ് നമുക്ക് തയ്ച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഈ ഫ്രണ്ടിൽ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ സെപ്പറേറ്റ് ആക്കി മാറ്റിയെടുക്കാം. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. സ്ലീവ്സിൻ്റെയും നെക്കിൻ്റെയും ഒരു ഭാഗം എക്സ്ട്രാ പീസ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒരു ഭാഗം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്രയും ഭാഗം നല്ല ഫ്ലെയറിലായിരിക്കും താഴേക്ക് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ നിൽക്കുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫാബ്രിക്കിൽ ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ആ ഒരു ഭാഗം പിടിച്ചാൽ തന്നെ ഇത് താഴേക്ക് ഇതുപോലെ ഇങ്ങോട്ട് തൂങ്ങി നിൽക്കും കേട്ടോ. ജോർജറ്റ് അതുപോലെ നെറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലെയറിലായിരിക്കും ഇത് നിൽക്കുക. അപ്പോൾ ഇതിന് ഞാനിനി ഫ്രണ്ട് പീസ് ബാക്ക് പീസ് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ക്ലോത്തിനനുസരിച്ച് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ലെങ്ത്തിന് കിട്ടുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സ്ലീവ്സിൻ്റെയും ഷോൾഡറിൻ്റെ ഏരിയ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി അതുപോലെ അങ്ങ് ജോയിൻ ചെയ്തെടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ ഒറ്റ പീസിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഫ്രോക്ക് ഉണ്ടാവുക. അത്യാവശ്യം നല്ല ഫ്ലെയറിലായിരിക്കും ഇതുണ്ടാവുക. ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്തെടുത്താൽ കാണാനും നല്ല ലുക്കായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.